ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് സീമ ചേച്ചിയുടെ കൂടെയും പിന്നെ ശശിയേട്ടൻ്റെ സുഹൃത്തുക്കളുമാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകരാണ്, സിനിമയുമായി ബന്ധപ്പെട്ട ആളാണ്. ഇനി നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാനെത്തുന്നത് ശശിയേട്ടൻ്റെ സഹോദരനാണ് ശ്രീ ശശാങ്കൻ. ഞാൻ ബഹുമാനപൂർവ്വം ശ്രീ ശശാങ്കനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശശിയേട്ടൻ സിനിമയിൽ വന്നു, സതീഷ് ബാബു ചേട്ടൻ സിനിമയിൽ വന്നു. എന്താണ് ശശാങ്കൻ ചേട്ടൻ മാത്രം സിനിമയിലേക്ക് വരാതിരുന്നത്? പഠിക്കുന്ന കാലത്ത് എനിക്ക് താല്പര്യം അല്പം രാഷ്ട്രീയത്തിലായിരുന്നു, രാഷ്ട്രീയത്തിൽ മൊഴി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ശശിയേട്ടനും ബാബുവേട്ടനും ഒക്കെ തന്നെ ഞങ്ങൾക്ക് സഹോദരന്മാരെക്കാളെ ഫ്രണ്ട്സായിരുന്നു. ഞങ്ങൾ പ്രായം അങ്ങനെ തന്നെയായിരുന്നു. ശശിയേട്ടനേക്കാളും 2 വയസ്സ് കുറവ് ബാബുവേട്ടന്, സതീഷ് ബാബുവിനും 1 വയസ്സ് കുറവ് എനിക്ക്. ഞങ്ങൾ പഠിക്കുന്നത് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ്. ശശിയേട്ടൻ മുമ്പേ തന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ എന്തിനും ഒരു ലീഡറാണ് ഞങ്ങളൊക്കെ തന്നെ. ഞങ്ങൾ പരേഡെന്ന് പറഞ്ഞാൽ ഒരു 3.5-4 ഏക്കർ സ്ഥലം, അതിൽ വയലുമുണ്ട്, പറമ്പുമുണ്ട്, പിന്നെ ഗോപുരം രൂപത്തിലുള്ള 3 നിലയുള്ള വീട്, ധാരാളം മുറികളുണ്ട്. അപ്പോൾ വരാനും കളിക്കാനൊക്കെ നല്ല സൗകര്യം കുട്ടികൾക്ക്. ലീഡർ ശശിയേട്ടൻ. അച്ഛൻ ഞങ്ങൾക്ക് ബസ്സിന് പോകാൻ വേണ്ടി കാശ് തരും. മിക്കവാറും വൈകുന്നേരം തിരിച്ച് നടന്നു പോരും. ആ കാശ് സേവ് ചെയ്യും. അന്ന് ഞങ്ങൾ 3 വാരിക വാങ്ങിച്ചുകൊണ്ടിരിക്കും. അത് വാങ്ങാൻ വേണ്ടി ഒരു പോഷൻ മാറ്റി വെക്കും, എല്ലാ ആഴ്ചയും വാങ്ങിക്കണം. അതിൽ കുഞ്ചുക്കുറുപ്പ്, ജനയുഗത്തിൽ മനോരമയിലെ ബോബനും മോളിയും, ഇതൊക്കെ തന്നെ ഇഷ്ട കഥാപാത്രങ്ങളാണ്. അതേപോലെ പിന്നെയുള്ള പ്രധാനപ്പെട്ട ആവശ്യം എന്ന് വെച്ചാൽ സ്കൂൾ അടയ്ക്കുന്ന അവസരത്തിൽ സ്പോർട്സ് ഐറ്റംസ് ലേലം ചെയ്യും. ഫുട്ബോളൊക്കെ അത് ലേലത്തിലെടുക്കണം. പിന്നെ ഒരു 2 മാസം കളി തന്നെയാണ്. ആ കളിക്കാൻ ആവശ്യമായ കളിക്കോപ്പ് വാങ്ങാനും ഈ ഫുട്ബോൾ, ഹോക്കി വാങ്ങിക്കാനും പിന്നെ ആഴ്ചക്ക് ഈ വാരിക വാങ്ങിക്കാനും മിക്കവാറും ഫണ്ട് ഉപയോഗിക്കപ്പെടുത്തുക. ഞാനായിരിക്കും മിക്കവാറും കോർഡിനേറ്റർ, ശശിയേട്ടൻ ലീഡറായിരിക്കും. മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ വല്യമ്മയുടെ മകൻ ഉണ്ടായിരുന്നു, അപ്പുട്ടേട്ടൻ എന്ന് പറയും. അപ്പുട്ടേട്ടനാണ് മിക്കവാറും അവിടെയുള്ള ഒരു പബ്ലിക് റിലേഷൻ വേറെ, അവിടെ ഒരു ലൈബ്രറി ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈ എടുത്തിരിക്കുന്ന ലൈബ്രറിയാണ്, പ്രോഗ്രസീവ് ലീഡിംഗ് ലൈബ്രറി. അപ്പോൾ ആ ലൈബ്രറിയിൽ സ്ഥിരം സന്ദർശകരാണ്. ജനയുഗം വായിക ശശിയേട്ടൻ്റെ ചില ചിത്രങ്ങൾ പബ്ലിഷ് ചെയ്തു ബാലപംക്തിയിൽ. വലിയ എൻകറേജ്മെൻ്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ ശശിയേട്ടൻ്റെ ചിത്രം വരയ്ക്കാനൊക്കെ എനിക്ക് തോന്നുന്ന ഒരു എക്സ്പോഷർ ഉണ്ടാകുന്ന ജനയുഗം വാരികയിലൂടെയാണ്. ഈ ലൈബ്രറി മുൻകൈയിട്ട് നടന്ന നാടകങ്ങളുണ്ടാവും, പഴയ നാടകങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ വലിയ വീടൊക്കെ ആയതുകൊണ്ട് നാടകത്തിൻ്റെ റിഹേഴ്സൽ മിക്കവാറും വീട്ടിൽ തന്നെ ആയിരിക്കും. അച്ഛന് വലിയ പ്രോത്സാഹനമായിരിക്കും. അതെനിക്ക് തോന്നുന്നു അത്തരം ഒരു ബാല്യകാലമാണ് ആയിരിക്കും അല്ലേ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു കലാഹൃദയം ഉണ്ടാകാനും ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കാനും ഒക്കെ ഒരു തുടക്കം ഉണ്ടാകുന്നത് എപ്പോഴും. അത് മാത്രമല്ല അച്ഛൻ്റെ പ്രോത്സാഹനമുണ്ട്. അച്ഛൻ നന്നായി പ്രോത്സാഹിച്ചിട്ടുണ്ട്. ശശിയേട്ടനെ അച്ഛൻ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, ഡ്രോയിങ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാനുള്ള എനിക്ക് തീരെ ഇഷ്ടമല്ല പാട്ട് പഠിക്കാൻ. അമ്മയ്ക്ക് പറയുമ്പോൾ വരയ്ക്കാൻ പറഞ്ഞ് വരച്ചോളൂ. പാട്ട് പഠിപ്പിക്കാൻ മാഷ് ഞങ്ങൾ ഇതുപോലെ തിണ്ണയുണ്ട്, 3 വരാന്തയാണ്, 2 രണ്ടാമത്തെ താഴെ അവിടെ ഇതിൻ്റെ മേലെ ഇരുന്ന് പായിട്ടാണ് പഠിപ്പിക്കുക. ഇയാൾ ശല്യം വയ്ക്കാണ്ട് ഒരു ദിവസം ഞാൻ പുൽപ്പായ വലിച്ചു താഴെ വീണു, പിന്നെ വന്നില്ലേ പാട്ട് കൊടുത്ത് നിർത്തി. എനിക്ക് സിനിമയിൽ വരാൻ എൻ്റെ പ്രേരണ ഉണ്ടായത് എനിക്ക് പ്രചോദനം ഉണ്ടാക്കി തോന്നുന്നത് ശശിയേട്ടൻ ഈ ഫോട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടി നാഷണൽ സ്റ്റുഡിയോ കോഴിക്കോട് സ്റ്റുഡിയോ ഉണ്ട്, എസ് എം സ്ട്രീറ്റിൽ. അവിടെ പഠിക്കാൻ പോകാറുണ്ട്. സ്കൂൾ പഠിക്കുന്ന ക്ലാസ് കഴിഞ്ഞാൽ പോകാറുണ്ട്. ഒരു ദിവസം കാണാൻ സൈക്കിളിൽ സ്കൂളിൽ പോകാറില്ല ചിലപ്പോൾ. തിരിച്ച് വരുമ്പോൾ സൈക്കിളിൽ 200 ചാടി വീട്ടിൽ കയറി വരുന്നു. ഇത് എത്ര സന്തോഷം എന്ന് വെച്ചപ്പോൾ സത്യനെ കണ്ടു എന്നുള്ളതാണ്. സത്യനും നെല്ലിക്കോട് ഭാസ്കരനും നാഷണൽ ഓഡിഷൻ പോയപ്പോൾ ശശിയേട്ടനെ കണ്ടു, ശശിയേട്ടൻ പരിചയപ്പെട്ടു സത്യനായിട്ട്. അപ്പോൾ സത്യൻ എന്തുകൊണ്ട് താല്പര്യം കാണിച്ച് തോന്നിയിട്ടുണ്ടാവും. സത്യൻ ക്ഷണിച്ചു ശശിയേട്ടനെ, മദ്രാസിൽ വരുന്നതെന്ന് ചോദിച്ചു. ആ ചോദ്യമാണ് മനസ്സിൽ കടന്ന്. പിന്നെ അധികാരം ഉണ്ടായില്ല, ഒരു 5-6 മാസം കൊണ്ട് തന്നെ മനസ്സിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ സത്യൻ എന്ന അനശ്വര നടനെ കണ്ടതും പരിചയപ്പെട്ടു ആയിരിക്കും ശശിയേട്ടൻ എനിക്ക് ഒന്ന് സിനിമയിലേക്ക് വഴുത്തിണ്ടായി എൻ്റെ തോന്നലാണ് കേട്ടോ.